ചരിത്രപ്രസിദ്ധമായ പള്ളിപ്പുറം ക്ഷേത്രത്തിലെ ഭാരവാഹികളെ, അമ്പലമുറ്റം മുഴുവൻ തടിച്ചുകൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെ, വളരെ ദൂരെ നിന്ന് തന്നെ കേൾക്കാൻ സാധ്യതയുള്ള ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ നിവാസികളെ, ഈ പുരാണമായ ക്ഷേത്രത്തിൽ ഞാൻ മൂന്നാമതാണ് എത്തുന്നത്. ഒരിക്കൽ നിങ്ങളുടെ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ വന്നു, പിന്നെ ഭാഗവത സപ്താഹത്തിന് വന്നു. ഇത് മൂന്നാമതായി ഇവിടെ എത്താൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതട്ടെ. സനാതനധർമ്മത്തിൻ്റെ പ്രസിദ്ധമായ 18 പുരാണങ്ങളിൽ 17ാമതായി ലിസ്റ്റ് ചെയ്യുന്ന ബ്രഹ്മാണ്ഡ പുരാണം ആണ് ഇവിടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പുരാണത്തിലേക്ക് എത്തുമ്പോൾ വളരെ ശ്രദ്ധേയമായി ആദ്യമായി 1-2 തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അതിലേക്ക് പ്രവേശിക്കാൻ. ഏറ്റവും ആദ്യത്തേത് ഈ സനാതനധർമ്മം എന്ന മഹത്തായ ധർമ്മ സംഹിതയെപ്പറ്റി നമുക്ക് എന്തറിയാം എന്നുള്ളതാണ്. സാധാരണ സനാതനധർമ്മം എന്ന് കേൾക്കുമ്പോൾ അത് ഹിന്ദുമതത്തിൻ്റെ എന്തോ ഒരു ഭാഗമാണെന്ന രീതിയിലാണ് പലരും ധരിക്കാറ്. എന്നാൽ സനാതനധർമ്മം ഒരു 46 രാജ്യങ്ങളിൽ പരന്നു കിടന്ന വിശാലമായ 12,000 വർഷം ചരിത്രമുള്ള ഒരു സംഹിതയാണ് സനാതനധർമ്മം എന്ന ധർമ്മം. ഏറ്റവും പഴക്കമുള്ള അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് തുർക്കിയുടെയും യുക്രൈൻ്റെയും ഏരിയയിലാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരം എന്നറിയപ്പെടുന്ന ഗോപക്കി തെപ്പി, കരാളിത്തെപ്പി തുടങ്ങിയ പ്രാചീന നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഒരു 15 കൊല്ലത്തിന് മുമ്പ് അത് ലോകം മുഴുവൻ അത് കാണിക്കപ്പെട്ടു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെയും സുമേറിയൻ സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു 5000 കൊല്ലം മുമ്പുള്ളതാണ് ഈ സംസ്കാരം. ആ സംസ്കാരങ്ങളിൽ കിട്ടിയ പ്രധാന വിഗ്രഹങ്ങൾ ശിവലിംഗവും ശിവക്ഷേത്രവും ആണ്. അന്ന് മുതൽ സനാതനധർമ്മത്തിൻ്റെ കൃത്യമായ രേഖകൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഏറ്റവും വടക്ക് നമുക്ക് ലഭിക്കുന്ന ക്ഷേത്രം യുക്രൈൻ്റെയും റഷ്യയുടെയും ബോർഡർ. യുക്രൈൻ ഇപ്പോൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന കുർസ്ക് എന്ന സ്ഥലത്താണ്. അവിടെ ഒരു വലിയ മഞ്ഞുമല ഇടിഞ്ഞ് താഴെ വന്നു. ആ മഞ്ഞുമല നീക്കിച്ചെന്നപ്പോൾ അതിനടിയിൽ കണ്ടെത്തിയത് ഒരു ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ശിവക്ഷേത്രമായി. 8000 കൊല്ലം പഴക്കമുള്ള ഒരു ക്ഷേത്രം. ഈ തീരപ്രദേശത്താണ് കാസ്പിയൻ കടൽ എന്ന കടൽ സ്ഥിതി ചെയ്യുന്നത്. കാസ്പിയൻ കടൽ എന്ന പേര് വരുന്നത് സനാതനധർമ്മത്തിലെ മഹാനായ കശ്യപ മുനിയുടെ പേരിൽ നിന്നാണ്. കശ്യപ മുനി ആ കടൽ തീരത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കശ്യപ സാഗരം ആണ് കാസ്പിയൻ കടൽ എന്ന് ഇംഗ്ലീഷിൽ ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത്. അവിടെ താമസിച്ചിരുന്ന കശ്യപ മുനി അദ്ദേഹത്തിൻ്റെ മക്കളായ ദേവന്മാരും അസുരന്മാരും ദൈത്യന്മാരും ദാനവന്മാരും എല്ലാം കൂടി യുക്രൈൻ്റെ ബോർഡറിൽ നിന്ന് യാത്ര ചെയ്ത് അവർ ഇന്ത്യയുടെ കാശ്മീർ പ്രദേശത്തെത്തിച്ചത്. കാശ്മീർ എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് കശ്യപ്യമീർ, കശ്യപ്യൻ മക്കളോടൊപ്പം താമസിച്ച മല എന്നാണ് എൻ്റെ അർത്ഥം. അല്ലാതെ മുസ്ലിങ്ങളോടൊരു ബന്ധമില്ല. കാശ്മീർ, കശ്യപ്യമീർ. കശ്യപൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കളും വന്ന് ദേവന്മാർ, അസുരന്മാർ, ദാനവന്മാർ, അവർ ആ വലിയ സനാതന സംസ്കാരം 7 രാജ്യങ്ങളിലായി അന്ന് പടർന്നു കിടന്നിരുന്നു. ഇന്ന് നമ്മൾ കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ടർക്കമെനിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നൊക്കെ വിളിക്കുന്ന 6 രാജ്യങ്ങൾ. ആ 6 രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിൽ നിന്ന് 4000-ഓളം ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അറൗണ്ട് 4000. ഈ 6 രാജ്യങ്ങൾ കടന്നാൽ അടുത്തത് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ പണ്ട് സനാതനധർമ്മത്തിൻ്റെ ഒരു കേന്ദ്രമായി. മഹാഭാരതത്തിലെ കൗരവന്മാരുടെ അമ്മ ഗാന്ധാരി അഫ്ഗാനിസ്ഥാൻകാരിയായിരുന്നു. ഗാന്ധാരി എന്നുള്ള വാക്ക് വരുന്നത് ഗാന്ധാര ദേശത്തെ രാജകുമാരിയായിരുന്നതാണ്. ആ ഗാന്ധാര എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ വിളിക്കുന്നത് കാണ്ഡഹാർ. ഗാന്ധാരമാണ്, കാണ്ഡഹാറാണ്. നമ്മുടെ വിമാനം തപ്പിക്കൊണ്ടുപോയ സ്ഥലം.
താമസിച്ചിരുന്നവരെ വിളിച്ച പേരാണ് ഗന്ധർവന്മാർ. അവർ സംഗീതത്തിൽ വളരെ വിദഗ്ധരായിരുന്നു, നൃത്തത്തിൽ വലിയ വിദഗ്ധരായിരുന്നു. അതുകൊണ്ടാണ് വലിയ പാട്ടുകാരെയൊക്കെ ഗന്ധർവന്മാർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ യേശുദാസിനെ നമ്മൾ വിളിക്കുന്നു ഗാന ഗന്ധർവൻ. പണ്ട് അഫ്ഗാനിസ്ഥാനിലെ പാട്ടുകാരെ പോലെ പാടുന്നയാൾ. അവരുടെ വലിയ സ്ത്രീകൾ വലിയ നർത്തകികളായിരുന്നു. ആ വലിയ നർത്തകികളെ അപ്സരസ് എന്ന് വിളിച്ചു. കാണാൻ സൗന്ദര്യമുണ്ട്, നല്ലപോലെ ഡാൻസും ചെയ്യും. ഊർവശി, മേനക, രംഭ, തിലോത്തമ, ദേവേന്ദ്രൻ്റെ ഭാര്യമാരെല്ലാം അഫ്ഗാനിസ്ഥാൻകാരായിരുന്നു. അപ്സരസുകൾ നല്ല നർത്തകികളായിരുന്നു. അഫ്ഗാനിസ്ഥാൻ തൊട്ടപ്പുറത്താണ് ഇറാൻ. നമ്മൾ പേർഷ്യ എന്ന് പറയുന്ന സ്ഥലം. ആ പേർഷ്യയുടെ ഒറിജിനൽ പേര് ഇറാൻ. ഇറാൻ എന്ന് പറഞ്ഞാൽ ആര്യനവാസം, ആര്യന്മാർ താമസിക്കുന്ന സ്ഥലം എന്നാണ് ഇറാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ആ ഇറാനിലെ അവരുടെ ഔദ്യോഗിക ഭാഷ സംസ്കൃതമായിരുന്നു. പേർഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ചക്രവർത്തിയായിരുന്നു സൈറസ്. സൈറസ് എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ സരസ എന്ന വാക്കുള്ള രാജാവായിരുന്നു. ഈ സരസ എന്ന വാക്ക് പേർഷ്യാക്കളവായി കൂടെ ഗ്രീക്കുകാരെ കേട്ടപ്പോൾ അവരതിനെ സൈറസ് എന്ന് മാറ്റി. സൈറസിൻ്റെ കൊച്ചുമകനായിരുന്നു സക്സസ് എന്ന് ഗ്രീക്ക് പുരാണത്തിൽ വിളിക്കുന്നയാൾ. സക്സസ് രാജാവിൻ്റെ ശരിയായ പേര് സംസ്കൃതത്തിൽ സഹർഷ എന്നായിരുന്നു. ആ സഹർഷ എന്ന വാക്കാണ് സക്സസ് എന്ന് ഗ്രീക്കുകാരുടെ പുസ്തകത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആ സക്സസ് രാജാവിൻ്റെ മകനായിരുന്നു അർത്താസക്സസ്. അർത്താസക്സസിനെ സംസ്കൃതത്തിൽ പേര് അർത്തസഹർഷൻ, സഹർഷൻ്റെ മകൻ. ഈ അർത്തസഹർഷനാണ് ഞങ്ങളുടെ വേദപുസ്തകത്തിലെ എസ്തർ രാജ്ഞി വിവാഹം കഴിച്ചായി വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അർത്താസക്സസ്. പേർഷ്യൻ സംസ്കാരം മുഴുവൻ സനാതന ധർമ്മമായി. അഫ്ഗാനിസ്ഥാനിൽ മാത്രം 3000-ലേറെ ക്ഷേത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുറച്ചൊക്കെ താലിബാൻ തകർത്തിട്ടുണ്ട്, പക്ഷേ ബാക്കി ക്ഷേത്രങ്ങൾ ഇപ്പം നിൽക്കുന്നു. വിശ്വാസികളൊന്നുമില്ല കാര്യമായിട്ട്. കഴിഞ്ഞ യുദ്ധം കഴിയുമ്പോൾ 3 ലക്ഷത്തോളം ഹിന്ദുക്കൾ തിരിച്ച് ഇന്ത്യയിലോട്ട് മടങ്ങി. അതുകൊണ്ട് പല ക്ഷേത്രത്തിലും ആളുകളില്ല. ഇറാൻ്റെ അപ്പുറത്താണ് ഇറാഖ് എന്ന രാജ്യം. ഇപ്പോൾ 99% മുസ്ലിങ്ങളാണ്. ഇറാഖിലെ ഒറിജിനൽ രാജവംശം സനാതന വിശ്വാസികളായ കാസൈറ്റുകൾ. കാസൈറ്റുകളുടെ തൊട്ട് താഴെയാണ് മിട്ടാലികൾ. ഇവർ രണ്ടുപേരും സനാതന വിശ്വാസികളായ. തുർക്കി ഒരു വലിയ മുസ്ലിം രാജ്യമാണ്. പക്ഷെ തുർക്കി ഒറിജിനലി സനാതന വിശ്വാസികൾ താമസിച്ച സ്ഥലമാണ്. തുർക്കിയിലെ രാജവംശമാണ് ഹിറ്റൈറ്റുകൾ, ഹിതാവ്യർ. ആ ഹിറ്റൈറ്റുകൾ ഇറാഖിലെ ഭരണാധികാരികളെ മിട്ടാലികളും 3400 വർഷത്തിന് മുമ്പ് ഒരു എഗ്രിമെൻ്റ് ഒപ്പിടുന്നു. ആ എഗ്രിമെൻ്റ് ഖനനം നടത്തിയ ശാസ്ത്രജ്ഞന്മാർക്ക് കിട്ടി. അതാണ് ബോഗസ്കോയി ശിലാലിഖിതങ്ങൾ എന്ന് പറയുന്നത്. ബോഗസ്കോയി ലിഖിതങ്ങൾ. ഈ ബോഗസ്കോയി ലിഖിതങ്ങളിൽ തുർക്കിയിലെ രാജാവും ഇറാഖിലെ രാജാവും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഒപ്പിടുക. എഗ്രിമെൻ്റ് തുറന്നത് എങ്ങനെയാണ്? നിങ്ങളുടെയും ഞങ്ങളുടെയും ദേവന്മാരായ ഇന്ദ്രൻ്റെയും വിത്രൻ്റെയും വരുണൻ്റെയും സാക്ഷിയായി നമ്മൾ ഈ എഗ്രിമെൻ്റ് ഒപ്പിടുക. ഋഗ്വേദത്തിലെ ദൈവസങ്കല്പങ്ങളായ ഇന്ദ്രനും വിത്രനും വരുണനും തുർക്കിയിലെ ജനങ്ങളുടെയും ഇറാഖിലെ ജനങ്ങളുടെയും ദൈവസങ്കല്പങ്ങളായി അവർ സനാതന ധർമ്മത്തിലെ ആശയത്തിൽ വിശ്വസിച്ചിരുന്നവരാണ്. അവിടെ നിന്ന് ഈജിപ്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈജിപ്തിൽ വളരെ രസകരമായി സനാതന ദൈവസങ്കല്പങ്ങളെ പേര് മാറ്റി വിളിക്കുന്നത് കാണാം. നമുക്ക് ഗരുഡൻ എന്ന സങ്കല്പമാണ്. ആ ഗരുഡൻ ഈജിപ്തുകാർ വിളിച്ചു ഹോറസ് എന്ന് വിളിച്ചു. നമുക്ക് നരസിംഹം എന്ന സങ്കല്പമാണ്. അത് ഈജിപ്തിൽ സ്ഫിങ്സാണ്. 66 അടി പൊക്കമുള്ള സ്ഫിങ്സ്. തല രാംസെസ് രണ്ടാമത്തെ തലയിൽ, ഉടൻ സിംഹത്തിൻ്റെയുമാണ്. ഈജിപ്തിലും ഇറാഖിലും ആ ദൈവസങ്കല്പത്തെ വിളിച്ചത് സിംഹനരൻ. സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള ദൈവസങ്കല്പം സ്ഫിങ്സ്. പക്ഷേ ആ സിംഹനരൻ ഇന്ത്യയിലെത്തിയപ്പോൾ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ 4ാമത്തെ അവതാരം നരസിംഹം ഇവിടെ വന്നപ്പം തല സിംഹത്തിൻ്റെയും ഉടൽ മനുഷ്യൻ്റെയായി മാറി.
പക്ഷേ സിംഹനാരായണൻ നരസിംഹനും സ്വിങ്സും ഒരേ സനാതനത്തിലെ ഈശ്വര അവതാര സങ്കല്പമാണ്. അതെല്ലായിടത്തും കാണാം. നമ്മുടെ ഹനുമാൻ അവർക്കൊരു ദൈവമാണ്, നൂ എന്നവർ വിളിച്ചു. നമ്മുടെ ഭഗവതി അവർക്കൊരു ദേവതയാണ്, അവർ വിളിക്കുന്ന പേര് ഐസിസ് എന്നാണ്. അവരുടെ പ്രധാന ഈശ്വര സങ്കല്പം ഓസിരിസ്, സംസ്കൃതത്തിലെ ഈശ്വര, ഈജിപ്തിൽ ഓസിരിസ് എന്നാണ്. അങ്ങനെ വിശാലമായ സങ്കല്പമായി അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്തിൽ ചെന്നു. അവിടെ ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത് 30 ഹിന്ദുക്കളായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി മുമ്പിൽ 12 പെൺകുട്ടികൾ നൃത്തം ചവിട്ടി. അവർ 12 പെൺകുട്ടികളും ഹിന്ദു പെൺകുട്ടികളായിരുന്നു. ഇത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ യാത്ര പറഞ്ഞ എഴുതിയ ഇന്നസ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. തെക്കൻ ഏഷ്യയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയും നേപ്പാളും ഭൂട്ടാനും സിക്കിമും ബംഗ്ലാദേശും പാകിസ്ഥാൻ സിലോൺ എല്ലാം ഹിന്ദു രാജ്യങ്ങളാണ്. എന്നാൽ ഹിമാലയ പർവ്വതം വഴി വടക്കോട്ട് പോയാൽ ഏറ്റവും വടക്കുള്ള ക്ഷേത്രം ചൈനയുടെ തലസ്ഥാനമായ പെക്കിങ്ങിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ തെക്കാണ്. തെക്കൻ ചൈനയിൽ മാത്രം ഇപ്പോഴും 4000 ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നു. അതിലേറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് കാൻഡണിലെ ക്ഷേത്രം. ആ ക്ഷേത്രം പണിയിച്ചത് തെക്കേ ഇന്ത്യയിലെ 18 സിദ്ധന്മാരുള്ളതിൽ 3ാമത്തെ സിദ്ധൻ ഭോഗറാണ് ചൈനയിൽ പോയി കാൻഡണിലെ ക്ഷേത്രം പണിഞ്ഞത്. ആ ഭോഗരാണ് പളനിമലയിലെ പ്രസിദ്ധമായ ക്ഷേത്രം, സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം പഴനിയിൽ സ്ഥാപിച്ചത് ഈ ഭോഗരാണ്. ചൈനയിലെ കാൻഡണിൽ പ്രസിദ്ധമായ ക്ഷേത്രം സ്ഥാപിച്ച ഭോഗർ. ഇന്ത്യയിൽ നമ്മൾ കിഴക്കോട്ട് പോയാൽ ബർമ്മ ഒരു ഹിന്ദു രാജ്യമാണ്. മലേഷ്യ ഇന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, അത് ഹിന്ദു രാജ്യമാണ്. അതിനപ്പുറത്ത് തായ്ലൻഡ് അന്നും ഹിന്ദു ഭൂരിപക്ഷമാണ്, ഇന്നും ഹിന്ദു ഭൂരിപക്ഷമാണ് 80%. അവരുടെ രാജാക്കന്മാരുടെ എല്ലാം പേര് സംസ്കൃതമാണ്. ഭൂമി പോൽ അതുല്യ തേജസ്സുള്ള ഭൂമിയുടെ ഭരണാധികാരി, ഭൂമി പോൽ അതുല്യ തേജ്. തായ്ലൻഡിൻ്റെ പഴയ പേരെന്നാണ് സയാം. ഇവിടെ നിന്ന് ഈ സയാം സംസ്കൃതത്തിൽ ശ്യാമദേശം, സംസ്കൃതത്തിൽ ശ്യാമമാണ്, അവിടെ സയാം എന്ന് പ്രയോഗിച്ചിരിക്കും. തായ്ലൻഡ് അപ്പുറത്തുള്ള രാജ്യം കംബോഡിയ ഒരു ഹിന്ദു രാജ്യമാണ്. ഇന്ത്യയിലെ പ്രസിദ്ധമായ ഒരു ഹിന്ദു രാജവംശമാണ് നാഗന്മാർ. നാഗന്മാർ എന്ന് പറഞ്ഞാൽ പാമ്പാവും ധരിച്ചുള്ളത്. ആ നാഗന്മാരുടെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു തക്ഷൻ. ആ തക്ഷൻ ഉണ്ടാക്കിയ പ്രസിദ്ധമായ പട്ടണമാണ് തക്ഷശില. ലോകത്തിലെ നളന്ദ കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി, ചാണക്യനിക്ക് പഠിപ്പിച്ച യൂണിവേഴ്സിറ്റി, അത് തക്ഷൻ തലസ്ഥാനമാക്കി ഭരിച്ച സ്ഥലമാണ്. ഈ തക്ഷശില എവിടെയാണ്? പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൻ്റെ 75 കിലോമീറ്റർ വടക്കാണ് തക്ഷശില. ആംഫി മലനിരയുടെ മേളിലാണ്. അതേ നാഗരാജവംശം ഡൽഹി ഭരിച്ചിരുന്നു. ഡൽഹി ഭരിച്ച തക്ഷൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചെടുക്കാൻ വേണ്ടി അർജുനൻ വന്ന് കാണ്ഡവവർണ്ണം ദഹിപ്പിച്ച് തക്ഷനെ തോപ്പിച്ച് ഡൽഹി പിടിച്ചെടുത്തു. നാഗന്മാരുടെ കയ്യിൽ നിന്നാണ് ഡൽഹി പിടിച്ചെടുത്തത്. ത്രിവേണി സംഗമം ഇപ്പോൾ 144 വർഷത്തിനിടയ്ക്ക് നടക്കുന്ന മഹാകുംഭമേള. 12 വർഷം കൂടുമ്പോഴാണ് കുംഭമേള നടക്കുന്നത്. ഞാൻ 1984 1 കോടി ആളുകൾ വന്ന് കുംഭമേള കണ്ടു. അങ്ങനെ 12 കുംഭമേളകൾ കഴിയുമ്പോൾ 144 കൊല്ലം കൂടുമ്പോഴാണ് മഹാകുംഭമേള നടക്കുന്നത്. 2024 മഹാകുംഭമേള നടക്കാൻ 4 കോടി ആളുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. 26-ാം തീയതി ഫൈനലാകുമ്പോഴേക്കും 6 കോടി ക്രോസ് ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ത്രിവേണി സംഗമം ധരിച്ചിരുന്നത് ഒരു നാഗ രാജവംശമായിരുന്നു. മൗര്യ രാജവംശത്തിൻ്റെ പ്രസിദ്ധനായ ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. മൗര്യ സാമ്രാജ്യം മുമ്പോടെ വെച്ചത് നന്ദന്മാരാണ്. അതിനു മുമ്പ് ഭരിച്ചിരുന്നത് ശിശു നാഗ രാജവംശം. ഈ നാഗവംശത്തിൻ്റെ ഒരു ബ്രാഞ്ചായിരുന്നു ശിശു നാഗന്മാർ. ആ നാഗരാജവംശം മഹാരാഷ്ട്ര ഭരിച്ചു. അവരുടെ തലസ്ഥാനമാണ് നാഗ്പൂർ. ആ നാഗവംശം തമിഴ്നാട് ഭരിച്ചു. അങ്ങനെ നാഗർകോവിലും നാഗപട്ടണവും നാഗരൂരിൽ ഉൾപ്പെട്ട വലിയ പട്ടണങ്ങൾ അവർ പണിഞ്ഞു.
അതിൽ ഒരു നാഗരുടെ ബ്രാഞ്ച് 2000 കൊല്ലത്തിന് മുമ്പ് കേരളത്തിലേക്ക് വന്നു. ആ കേരളത്തിലേക്ക് വന്ന നാഗർ ആണ് ഇപ്പോൾ നമ്മൾ നായർ എന്ന് പറയുന്ന ജനവിഭാഗം. ഈ രാജവംശങ്ങളെയൊക്കെ പിന്തുണച്ചാൽ ആ നാഗർ രാജവംശത്തിൻ്റെ ഒരു ബ്രാഞ്ച് കംബോഡിയയിൽ പോയി. കംബോഡിയയിലെ പ്രസിദ്ധമായ രാജവംശം. ആ രാജവംശത്തിലെ ഒരു രാജകുമാരിയെ തമിഴ്നാട്ടിൽ നിന്ന് പോയ ഗണാഠി എന്ന് പറയുന്ന ഒരാൾ വിവാഹം കഴിച്ചു. അങ്ങനെയാണ് കംബോഡിയയിലെ പ്രസിദ്ധമായ രാജവംശം ഉണ്ടായത്. കംബോഡിയ ഹിന്ദു രാജ്യമായിരുന്നു. ആ കംബോഡിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം നിൽക്കുന്നത്. ഇന്ത്യക്കകത്തല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം കംബോഡിയയിലെ അങ്കോർ വാട്ട് എന്ന ക്ഷേത്രം 10 ചതുരശ്ര കിലോമീറ്ററാണ് നിൽക്കുന്നത്. ചേർത്തല തൊട്ട് പള്ളിപ്പുറം ഒരു ക്ഷേത്രം എന്ന എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിച്ചാണ് 5500 ഏക്കറിലാണ് ക്ഷേത്രം പണി ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് ക്ഷേത്രം കാണാൻ പറ്റില്ല. ആകാശത്ത് പോയി ഹെലികോപ്റ്റർ നോക്കിയാലേ അത് മുഴുവൻ കാണാൻ പറ്റും. ബൃഹത്തായ ക്ഷേത്രം ഈ നാഗരാജവംശം പണിഞ്ഞാണ്. ആ രാജവംശത്തിലുള്ള പ്രസിദ്ധരായ രാജാക്കന്മാർ 1200 മുതൽ 1600 കാലഘട്ടത്തിലാണ് അത് പണിയുന്നത്. രാജവംശം. കംബോഡിയയുടെ അപ്പുറത്ത് വിയറ്റ്നാമായത് 250 വർഷത്തിന് മുമ്പ് വിയറ്റ്കോങ് പിടിച്ചെടുക്കുന്നതാണ്. അതിന് വിയറ്റ്നാം ഒരു ഹിന്ദു രാജ്യമായിരുന്നു. വിയറ്റ്നാമിനെ വിളിച്ചിരുന്ന പേര് ചമ്പ എന്നാണ്. തായ്ലൻഡ്, ബർമ, മലേഷ്യ, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങൾ 3 ഹിന്ദു രാജ്യങ്ങളായിരുന്നു. വളരെ ശ്രദ്ധേയമായി നമ്മൾ ആ രാജവംശങ്ങളെ ഹിന്ദു പേരിട്ട് തന്നെയാണ് വിളിക്കുന്നത്. വളരെ പ്രസിദ്ധമായ ചമ്പ രാജവംശവും ശ്രീ രാജവംശവും ജയശ്രീ രാജവംശം ഉൾപ്പെട്ട രാജവംശങ്ങൾ. വിയറ്റ്നാമിൽ നമ്മൾ പസഫിക് സമുദ്രത്തിലേക്ക് ഇറങ്ങിയാൽ പസഫിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട 14 ദ്വീപുകളുടെ പേര് രാമായണത്തിലെ ശ്രീരാമൻ്റെ ഭഗവാന്റെ പേരുകളാണ്.